അപ്പോൾ അടുത്ത് വരുന്നത് ഗുഡൻ മോർഗൻ. മൈ നാമേ ഇഷ്ട് നീന വെബർ. ഗുഡൻ മോർഗൻ ഫ്രൗ വെബർ ഇഷ് ഹൈസെ ഒലിവർ ഹാൻസൺ. ഇവർ തിരിച്ച് പറയുവാണ് ഗുഡ് മോർണിംഗ് ഫ്രൗ വെബർ. ഫ്രൗ എന്ന് പറയുമ്പോൾ വിമൻ എന്ന അർത്ഥമാണ്. ഇഷ് ഹൈസെ ഒലിവർ ഹാൻസൺ. ഐ എം ഒലിവർ ഹാൻസൺ എന്നാണ് ഈ മെയിൽ പറയുന്നത്. പിന്നെ അതിൽ ഗുഡൻ മോർഗൻ എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ്. ഗുഡൻ ഡാഗ് എന്ന് പറയുമ്പോൾ ഗുഡ് ഡേ. ഗുഡൻ ആബറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് ഈവനിങ്. ഗുഡ് ഡേ നൈറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് നൈറ്റ് എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് ഇതിൽ ഗുഡൻ ടാഗ് ഫ്രൗ കൊവാൽസ്കി. ഇതിൽ അടുത്ത കോൺവെർസേഷനാണ്. ഗുഡൻ ടാഗ് ഫ്രൗ കൊവാൽസ്കി. ഗുഡൻ ടാഗ് ഫ്രൗ വെബർ. വി ഗെറ്റ് എസ് ഈനൻ. അപ്പോൾ ഇവർ ചോദിക്കുവാണ് ഹൗ ആർ യു? ഡാങ്കെ ഗുഡ് ഹുഡ് ഈനൻ. ഓ ഹുഡ് ഡാങ്കെ. ഹലോ ഫ്രൗ. ഈ കോൺവെർസേഷനാണ്. ഹലോ ഫ്രൗ. ഹലോ ഹെർ ഹാൻസൺ. ഡഷസ് ഫ്രൗ ഗോവാൽസ്കി. ഗുഡൻ ടാഗ് ഫ്രൗ ഗോവാൽസ്കി എന്ന് പറയുന്ന ജർമ്മൻ നെയിമാണ്. മൈ നെയിം ഈസ് ഒലിവർ ഹാൻസൺ. മൈ നെയിം ഈസ് ഒലിവർ ഹാൻസൺ. ഗുഡൻ ടാഗ് എൻഷുൾഡിഹും വി ഹൈസൺ സി ഒലിവർ ഹാൻസൺ. ഓക്കെ, അപ്പോൾ ഈ കോൺവെർസേഷൻ കഴിഞ്ഞു. അടുത്തത് ഓഫ് വിഡർസൈൻ ഹെർ ഹാൻസൺ. ചൂസ് ഫ്രൗ വെബർ. ഓഫ് വിഡർസൈൻ ഫ്രൗ ഗോവാൽസ്കി. ഓഫ് വിഡർസൈൻ എന്നുള്ളത്. അടുത്ത് ഗുഡൻ ടാഗ് ഓഫ് വിഡർസൺ സ്പീലൻ സി ദി സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷൻ വെച്ച് നമുക്കൊരു കോൺവെർസേഷൻ കൊടുത്തിരിക്കുവാണ്. അത് നമ്മൾ ഫ്രണ്ടുമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഒരാൾ പറയുന്നത് ഗുഡൻ ടാഗ് ആണ്. അടുത്തയാൾ ഗുഡൻ ടാഗ് മൈ നെയിം ഇസ്റ്റ് അബിയ ഇഷ് ഹൈസേ. മൈ നെയിം ഇസ്റ്റ് അബിയ. അപ്പോൾ നിങ്ങളുടെ പേരെന്താണ്? വി ഹൈസൻ സി എന്ന് ചോദിക്കാം. വി ഗെറ്റ് ഇസ് ഈനൻ. അപ്പോൾ ഒരു പറയുമ്പോൾ ഡാങ്കെ ഗുഡ്. ഗുഡ് ഈനൻ ഓ ഹുഡ് ഡാങ്കെ. അപ്പോൾ നമ്മളിതിൽ മൈ നാമേ ഇഷ്ട് ഈസ് ഹൈസേ. ഈ ഹൈസേ എന്ന് പറയുന്നത് ഹൈസൻ എന്നുള്ള ഒരു വെർബാണ്. അപ്പോൾ ഇത് ഇഷ്യൂ ആയിട്ട് കോൺജുഗേറ്റ് ആകുമ്പോൾ ഹൈസേ എന്നായി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ജർമ്മൻ കോൺജുഗേഷൻസ് ആണ്.